സാറ് പണ്ട് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പേടിയായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ നമ്മളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചത് ഈ കമ്പനിയിലൂടെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കും അതൊരു വല്ലാത്ത അറിവായിരിക്കില്ല, ഒരു കൗതുകം കൂടി ആയിരിക്കില്ലേ? സത്യത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി 1857 നമ്മൾ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ച ശിപായി ലഹള, അതെ, നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ്. സത്യത്തില് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഈ റാണി ലക്ഷ്മിബായി, പിന്നെ ഈ താന്ത്യ തോപ്പി, ഇങ്ങനത്തെ ആളുകൾക്ക് സത്യത്തിൽ മറാത്ത ബ്രാഹ്മണരാണെന്നുള്ളത് പോലും പ്രേക്ഷകർക്ക് പുതിയ അറിവായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചിത്പവൻ ബ്രാഹ്മണർ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. കാരണം ഈ പേഷ്വാമാർ ഭരിച്ചിരുന്നല്ലോ, ഈ ശിവാജിയുടെ സാമ്പാജിയുടെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം പേഷ്വാമാർ ഭരിച്ച മറാത്ത പ്രദേശം, പൂനെ ഒക്കെ ആസ്ഥാനമായിട്ട്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ പിന്നെ അവിടെ നിന്ന് നാട് കടത്തിയ മറാത്ത ഈ ബ്രാഹ്മണര് ഈ കാശിയിലും ലക്നൌവിലും നോർത്തിലും ഒക്കെ പോയി ഇരിക്കുന്ന കാലത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഈ റാണി ലക്ഷ്മിബായി, താന്ത്യ തോപ്പി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സത്യത്തിൽ ഈ കാറ്റ് പോയി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. ഇപ്പോ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഉടമസ്ഥൻ ഗുജറാത്തിൽ നിന്നുള്ള സഞ്ജീവ് മേത്ത. സഞ്ജീവ് മേത്തയാണ്. അദ്ദേഹം വലിയൊരു ബ്രിട്ടീഷ് ടൈക്കോൺ ആണ്, വലിയ വ്യവസായിയാണ്, വൻകിട വ്യവസായി. അദ്ദേഹമാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ CEO. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി ഗുഡ്സ്, ഈ ലക്ഷറി സാധനങ്ങൾ വിൽക്കുന്ന ആ വിപണിയിലുള്ള ഒരു കമ്പനിയാണ്. ഗിഫ്റ്റ് ഹാമ്പറുകളൊക്കെ ഇല്ലേ, ഈ സാധാരണ TV ഷോകളിലൊക്കെ കാണില്ലേ, ഗിഫ്റ്റ് ഹാമ്പറുകൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു കൊട്ടയുമായിട്ടൊക്കെ വരില്ലേ, അങ്ങനെ ഗിഫ്റ്റ് ഹാമ്പറുകള്, ചായ, കോഫി, ഭക്ഷ്യവസ്തുക്കള്, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈ ഗുജറാത്തി ജെയിനാണ് സഞ്ജീവ് മേത്ത. അദ്ദേഹം മുംബൈയിൽ സദ്നാം കോളേജിൽ പഠിച്ചിട്ടുണ്ട്. മുത്തച്ഛൻ ബെൽജിയത്തിൽ വജ്ര വ്യാപാരിയായിരുന്നു മുത്തച്ഛൻ. പിന്നെ അച്ഛൻ 1933 ആൻഡ്വർപ്പിലേക്ക് പോയി. ഇത് തന്നെ വജ്ര വ്യാപാരമൊക്കെ ആയിട്ട്. ഈ മേത്ത, സഞ്ജീവ് മേത്ത ലോസ് ആഞ്ചലസിൽ പോയിട്ട് ജെമോളജി പഠിച്ചതാണ്. ഈ വജ്രം തിരിച്ചറിയുന്ന പരിപാടിയൊക്കെയാണ് ഈ ജെമോളജി. ഓരോ രത്നം കണ്ടാലേ അതിന്റെ മൂല്യമൊക്കെ, ഇത് നല്ലതാണോ, ഇതിന്റെ വാല്യൂ ആണോ, അതെ, അതൊക്കെ പഠിപ്പിക്കുന്ന ഇതാണ് ഈ ജെമോളജി എന്ന് പറയുന്നത്. 1983 അച്ഛൻ്റെ വജ്ര വ്യാപാരത്തില് ഈ മേത്ത ചേർന്നു. അങ്ങനെ തുടങ്ങി. പക്ഷെ ജുവല്ലറി, ആഭരണ മേഖലയിലാണ് പ്രവർത്തിച്ചത്. ഗൾഫിൽ, ഹോങ്കോങ്ങിൽ, അമേരിക്കയിലും ഒക്കെ ഇവരുടെ വജ്ര വ്യാപാരശാലകൾ നടത്തിയിരുന്നതൊക്കെ മേത്തയാണ്, സഞ്ജീവ് മേത്ത. 1989 ബ്രിട്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഈ വീട്ടുപകരണങ്ങൾ മെയിൽ ഓർഡർ വഴി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമെയിലൊക്കെ ഓർഡർ വരില്ലേ, അങ്ങനെ വെബ്സൈറ്റ് വഴിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടനിലെ ന്യൂ കാസിലിൽ ഒരു സ്ക്രാപ്പ് യാർഡ് വാങ്ങിച്ചു, ആക്രി ബിസിനസ്. അപ്പോൾ ആ സ്ക്രാപ്പ് യാർഡിൽ ഈ ഒരുപാട് സ്റ്റീൽ സാധനങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ വേർതിരിച്ചെടുത്തിട്ട് ചെറിയ ഇരുമ്പ് വ്യാപാരം ഇന്ത്യയിലേക്കൊക്കെ കയറ്റി അയച്ച്, അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്, അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, പിതാവ്, അമ്മായിയപ്പൻ റഷ്യയിൽ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ആണ് ബിസിനസ് ചെയ്തിരുന്ന, മരുന്ന് കച്ചവടം. ഖസാക്കിസ്ഥാനിൽ നിന്ന് ഈ മേത്ത
ഈ ഹെവി ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് കരിങ്കടൽ വഴി ഇറ്റലിക്ക് അയച്ചും കുറെ കാശുണ്ടാക്കി. കസാഖിസ്ഥാനിൽ നിന്ന് എണ്ണ മേടിച്ചിട്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഉൽപ്പന്നങ്ങളില്ലേ, അത് അവിടെയൊക്കെ ഇറക്കുമതി ചെയ്യുകയും ചെയ്തത് ഈ മേത്തയാണ്. അപ്പോൾ 2000 ഒരു മധ്യമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരാശയം തോന്നി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള പേരില്ലേ, പലയിടത്തും പല കമ്പനികളും പലരും ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും 1874 ജൂൺ 1 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടൻ്റെത് ഇല്ലാതായിരുന്നു. 1600 മറ്റേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. അപ്പൊ അതിന്റെ ചാർട്ടറിൽ മറ്റേ കച്ചവടത്തിന് പുറമെ മറ്റേ പ്രോസലൈറ്റേഴ്സ്, മറ്റേ സുവിശേഷ പ്രചാരണം, മതം മാറ്റം, ഇതൊക്കെ അതിൻ്റെ കൂടെ കൊടുത്തിരുന്നു. പിന്നീട് സുവിശേഷ പ്രഘോഷണം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് കച്ചവടം മാത്രം. അതെ. പിന്നെ പ്ലാസി യുദ്ധം വന്നപ്പോ 1757 പ്ലാസി യുദ്ധത്തോടു കൂടി പിടിച്ചല്ലോ, ഇന്ത്യ പിടിക്കുകയാണ്. പിന്നെ ഭരണത്തിലേക്ക് വരികയാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവർ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിട്ട് 10 പേര് കമ്പനികൾ തുടങ്ങിയതായിട്ട് കണ്ടു. അതിലെല്ലാം ഓഹരി വാങ്ങി മേത്ത. എന്നിട്ട് ഉദാഹരണത്തിന് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടീ ബാർസ്, ഒരു കമ്പനിയുടെ പേര്, ചായ അത്. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടീ റൂംസ്, അതും ഒരു ചായ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. ഇങ്ങനത്തെ കമ്പനികളെല്ലാം ഓഹരി ഉടമയൊക്കെയായിട്ട് ആ കമ്പനികൾ വാങ്ങുകയാണ് ചെയ്തത് മേത്ത. എന്നിട്ട് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അദ്ദേഹം തന്നെ തുടങ്ങുന്നു. അപ്പോൾ ഈ ബാക്കി കച്ചവടമൊക്കെ നിർത്തിയിട്ട് 18 മാസത്തോളം തുടർച്ചയായിട്ട് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ എവിടെയെങ്കിലും ഉള്ള കമ്പനികളൊക്കെ വാങ്ങുന്നതിൽ വ്യാപൃതനായിരുന്നു മേത്ത. 2006 ഒടുവിൽ ആ പണി തീർന്നു. 2005 30-40 ഉടമകളിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളൊക്കെ വാങ്ങിയെടുത്തു. 2010 ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ ഈ ലക്ഷറി റീറ്റെയിൽ കമ്പനി തുടങ്ങി. സബ്സിഡിയറികളും ആ കമ്പനിയുടെ സബ്സിഡിയറികളും ആ പേരിൽ തന്നെയാണ് തുടങ്ങിയത്. 1980കളിൽ ചില ബ്രിട്ടീഷുകാർ ഈ പേരിൽ കമ്പനിക്കൊക്കെ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഒറിജിനൽ കമ്പനിയുടെ മുദ്രയില്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, അതും അപ്പോൾ അതിനുമൊക്കെ അനുമതി കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ കമ്പനിയും ഏറ്റെടുത്തു മേത്ത. 1 വർഷം അവധിയെടുത്തു ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെല്ലാം കൂടി വാങ്ങാൻ വേണ്ടി. ഒരു വർഷം അവധിയും എടുത്തിരുന്നു മേത്ത. 2011 20 മില്യൺ പൗണ്ട് പുതിയ ബിസിനസ്സിൽ നിക്ഷേപിച്ചു. ഇപ്പോൾ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മേത്തയുടെ മഹീന്ദ്ര ഗ്രൂപ്പില്ലേ, ഇവിടുത്തെ മഹീന്ദ്ര വണ്ടികളും ക്ലബും, അപ്പോൾ അവർക്ക് നിക്ഷേപമുണ്ട്. പിന്നെ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പില്ലേ, ആ ലുലു ഗ്രൂപ്പിനും നിക്ഷേപമുണ്ട് മേത്തയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ. യൂസഫ് അലി ഇടയ്ക്ക് സ്കോട്ട്ലൻഡ് യാർഡ് മേടിച്ചു എന്നൊക്കെ വായിച്ചിരുന്നില്ലേ, അത് നിന്ന് ആ കെട്ടിടവും എല്ലാം മേടിച്ചു എന്ന്. 2020 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്പിരിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ആളുകൾ അനുവാദം ചോദിച്ചപ്പോൾ അതിന് അനുവാദം കൊടുത്തില്ല ബ്രിട്ടനിൽ. ഇപ്പോൾ 64 വയസ്സായി മേത്തയ്ക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ആണ്ട് ഡിസംബർ 31 നിലവിൽ വന്നത്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം ജയിച്ചപ്പോൾ ഇന്ത്യയുടെ ഭരണം അവരുടെ കയ്യിലേക്ക് കിട്ടി. 1857 കമ്പനി ഇവിടുത്തെ ഭരണമൊക്കെ അവസാനിപ്പിച്ചു. ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം അത് ബ്രിട്ടനിലുമൊക്കെ പാർലമെന്റിലുമൊക്കെ വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ 1857 സ്വാതന്ത്ര്യ സമരത്തിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ തത്വചിന്തകരുമൊക്കെ ഈ വക പരിപാടി ശരിയല്ല എന്ന് വാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. 1874 അത് നിർത്തി. അപ്പോൾ ആ കമ്പനിയെ തന്നെ അല്ല മേത്ത ഏറ്റെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കമ്പനി
ഇല്ലാതായല്ലോ. അതെ. പക്ഷെ ആ പേരില് കുറെ കമ്പനികൾ അതെല്ലാം മേടിച്ചു, അതെല്ലാം വാങ്ങിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി മേത്തെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അകത്തൊരു ദേശാഭിമാനത്തിന്റെ ഒരു സ്ഫുരണം ഉണ്ട്, ഒരു മധുര പ്രതികാരവും കൂടെ അതിനകത്തുണ്ട് അല്ലെ. നമ്മുടെ നാടൊക്കെ അടക്കി ഭരിച്ചിരുന്ന ഒരു കമ്പനി പേരിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള പേരില് നമ്മള് ബ്രിട്ടീഷുകാരെ കൊണ്ട് തന്നെ സാധനങ്ങൾ ചായയും കാപ്പിയൊക്കെ മേടിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിൻ്റെ അകത്ത്. ഇവിടുന്നാണല്ലോ ഒരു ചായ കാപ്പി പരുത്തി എല്ലാം കൊണ്ടുപോയി മാഞ്ചസ്റ്ററിൽ അല്ലേ, അവിടെ വ്യവസായ വിപ്ലവമൊക്കെ വരുന്നതൊക്കെ നമ്മുടെ സാധനമൊക്കെ കടത്തിയിട്ടാണ്, നമ്മുടെ മുഴുവൻ കൊള്ള ചെയ്തിട്ടാണ് അവരത് ചെയ്തത്. ശരിക്കും നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഈ എല്ലാ പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ അവർ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു അല്ലെ. കടത്തിക്കൊണ്ട് പോവുമായിരുന്നു എന്ന് മാത്രമല്ല, അത് സത്യത്തിൽ സൗജന്യവുമായിരുന്നു. കാരണം ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി അവിടെ ചെയ്യുകയാണല്ലോ ബ്രിട്ടൻ. ഈ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇരട്ടി വിലയ്ക്കും 4 ഇരട്ടി വിലയ്ക്കും ഒക്കെ വേറെ രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ഇവിടെ നിന്ന് വാങ്ങുന്നതിന് വലിയ വിലയൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ പിന്നെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. അതെ, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ നമുക്കും ശരിക്കും ഒന്ന് അഭിമാനിക്കാം അല്ലെ. ഒരു കാലത്ത് അടക്കി ഭരിച്ചവരെ നമുക്ക് തിരിച്ച് ഒന്ന് ഭരിക്കാൻ പറ്റി, അല്ലെങ്കിൽ ആ കമ്പനി നമ്മുടെ പേരിലായി എന്ന് പറഞ്ഞിട്ട് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം, അതിലൊരു കൗതുകമുണ്ട്. അതൊരു വാർത്തയാണല്ലോ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.